നമസ്കാരം, ഏവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന എന്ന അക്ഷരം എങ്ങനെ എഴുതാമെന്നും ഇന്ന എന്നുള്ള അക്ഷരവുമായി ബന്ധപ്പെട്ട ഒരു ഗാനവുമാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന എന്ന അക്ഷരം എങ്ങനെ നമ്മൾ 2 ലൈനിൽ എഴുതുമെന്ന് നോക്കാം. സെക്കൻഡ് ലൈനിൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലത്തെ ലൈൻ ടച്ച് ചെയ്ത് ഇങ്ങനെ എഴുതുമ്പോൾ ഇത് റായാണല്ലേ, ഇതിൻ്റെ കൂടെ ചേർന്ന് വേറൊരു റാ. ഇത് ഇപ്പോൾ നായായി. അപ്പോൾ നായുടെ കൂടെ വേറൊരു റാ കൂടെ ചേർത്ത് എഴുതുക. അപ്പോൾ 3 റാ ചേർന്ന് വരുന്നതാണ് ഇന്ന. ഇതാണ് ഇന്ന എന്ന കൂട്ടക്ഷരം. ഓക്കെ. വിണ്ണിൽ പാറി പാറി പറന്നു പറന്നു പറവകൾ, മണ്ണിൽ തിന്നു തിന്നു നടന്നു തളർന്നു പന്നികൾ, ഇരകളെ വേട്ടയാടി കടിച്ചു കീറി ഭക്ഷിക്കുന്ന നായ്കളുടെ പൂർവികർ ചെന്നായ്കൾ. വിണ്ണിൽ പാറി പാറി പറന്നു പറന്നു പറവകൾ, മണ്ണിൽ തിന്നു തിന്നു നടന്നു തളർന്നു പന്നികൾ, ഇരകളെ വേട്ടയാടി കടിച്ചു കീറി മുറിച്ച് ഭക്ഷിക്കുന്ന നായയുടെ പൂർവികർ ചെന്നായ്കൾ. കളകളം പാടി പരന്നൊഴുകുന്ന പുഴയിൽ നീന്തി തുടിക്കുന്നിത അരയന്നങ്ങൾ. കളകളം പാടി പരന്നൊഴുകുന്ന പുഴയിൽ നീന്തി തുടിക്കുന്നിത അരയന്നങ്ങൾ. ഒരു കുളിർത്തന്നലായി തഴുകിയുണർത്തുന്ന പൂവിൻ സുഗന്ധമെന്നുള്ളിൽ അന്നുമിന്നും ഓർമ്മകൾ തങ്ങി നിൽക്കുന്നു കെടാവിളക്ക് പോൽ. ഒരു കുളിർത്തന്നലായി തഴുകിയുണർത്തുന്ന പൂവിൻ സുഗന്ധം അന്നും ഇന്നും എന്നുള്ളിൽ ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്നു കെടാവിളക്ക് പോൽ. മാനത്തെ മിന്നിത്താരകങ്ങൾ പോലെ പാരിൽ മിന്നികൾ മിന്നിത്തിളങ്ങുന്നു. മാനത്തെ മിന്നിത്താരകങ്ങൾ പോലെ പാരിൽ മിന്നികൾ മിന്നിത്തിളങ്ങുന്നു. പൊന്നോണ നാളിൽ പൊന്നിൻ കൂടത്തിന് നൽകുവാനായിടണം ഒരു തരി പൊന്ന്. പൊന്നോണ നാളിൽ പൊന്നിൻ കൂടത്തിന് നൽകുവാനായിടണം ഒരു തരി പൊന്ന്. മുറ്റത്തെ മാഞ്ചോട്ടിൽ വീണു കിടക്കുന്ന കുന്നിക്കുരുക്കളെ പെറുക്കിയെടുക്കുന്ന മിന്നുവിനോടൊപ്പം ചേർന്നിടാം, നമുക്കൊന്നായി ചേർന്നിടാം. മുറ്റത്തെ മാഞ്ചോട്ടിൽ വീണു കിടക്കുന്ന കുന്നിക്കുരുക്കളെ പെറുക്കിയെടുക്കുന്ന മിന്നുവിനൊപ്പം ചേർന്നിടാം, നമുക്കൊന്നായി ചേർന്നിടാം. മഴയിൽ കളിച്ചു രസിച്ച് ആടിത്തിമിർക്കുന്ന നേരത്ത് വന്നെത്തിയ മിന്നലിൻ തീവ്രത കണ്ടു ഭയന്നോടി മിന്നുവും പൊന്നുവും. മഴയിൽ കളിച്ചു രസിച്ച് ആടിത്തിമിർക്കുന്ന നേരത്ത് വന്നെത്തിയ മിന്നലിൻ തീവ്രത കണ്ടു ഭയന്നോടി പൊന്നുവും മിന്നുവും. മൈതാനിയിൽ നിന്നും കളിച്ചു തളർന്നു വരുന്ന കുരുന്നുകൾക്കേകിടാം ആവോളം ദാഹജലം. മൈതാനിയിൽ നിന്നും കളിച്ചു തളർന്നു വരുന്ന കുരുന്നുകൾക്കേകിടാം ആവോളം ദാഹജലം. കാത്തു കാത്തു കാത്തിരുന്ന വിരുന്നുകാർ വന്നെത്തി, വിരുന്നുകാർക്കൊപ്പം ചേർന്ന് ഒരത്യുഗ്രൻ വിരുന്ന് തിന്നാം. കാത്തു കാത്തിരുന്ന വിരുന്നുകാർ വന്നെത്തി, വിരുന്നുകാർക്കൊപ്പം ചേർന്ന് ഒരത്യുഗ്രൻ സദ്യ തിന്നിടാം. ഉലകിൽ നടന്നും ഇരുന്നും കിടന്നും തിന്നും ജീവിതം തള്ളി നീക്കുന്നു മാനവർ. ഉലകിൽ നടന്നും കിടന്നും ഇരുന്നും തിന്നും
ജീവിതം തള്ളി നീക്കുന്നു മാനവർ. കുന്നോളം സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്ന നേരത്തൊന്ന് നന്നായി പ്രയത്നിച്ചിരുന്നെങ്കിൽ ഇന്നെൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുമായിരുന്നു. കുന്നോളം സ്വപ്നങ്ങൾ നെയ്തു കൂട്ടുന്ന നേരത്തൊന്ന് നന്നായി പ്രയത്നിച്ചിരുന്നെങ്കിൽ ഇന്നെൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുമായിരുന്നു. ഒന്നിനോടൊന്നോ ചേർന്നോ പ്രവർത്തിക്കുന്നു എങ്കിൽ വിജയം സുനിശ്ചിതമാകുമീ ജീവിതത്തിൽ. ഒന്നിനോടൊന്നോ ചേർന്നോ പ്രവർത്തിക്കുന്നു എങ്കിൽ വിജയം സുനിശ്ചിതമാകുമീ ജീവിതത്തിൽ. വരികളുടെ അർത്ഥം പറഞ്ഞുതരാം. വിണ്ണിൽ പാറി പാറി പറന്ന് പറന്ന് പറവകൾ. വിണ്ണെന്ന് പറഞ്ഞാൽ ആകാശം. ആകാശത്തിൽ പക്ഷികൾ എന്ത് ചെയ്യും? പറന്ന് പറന്നാണ് നടക്കുന്നത്. പറവകൾ എന്ന് പറഞ്ഞാൽ പക്ഷികൾ. മണ്ണിൽ തിന്നു തിന്നു നടന്നു തളർന്നു പന്നികൾ. അപ്പം മണ്ണിൽ, ഭൂമിയിൽ, അപ്പോൾ ഭക്ഷണം കഴിച്ച് നടന്ന് തളർന്ന് പന്നികൾ. പന്നികൾ എന്ന് പറഞ്ഞാൽ ഒരു മൃഗമാണ്, അറിയാമല്ലോ. ഇന്നാ വച്ചുള്ള വാക്കാണ്. ഇരകളെ വേട്ടയാടി കടിച്ചു കീറി മുറിച്ച് ഭക്ഷിക്കുന്ന നായുടെ പൂർവികരാണ് ചെന്നായികളെന്നാണ് പറയപ്പെടുന്നത്. കളകളം പാടി പരന്നൊഴുകുന്ന പുഴയിൽ നീന്തി തുടിക്കുന്നത് അരയന്നങ്ങൾ. അതായത് പുഴ എന്ന് പറയുമ്പോൾ അതെപ്പോഴും ആ പുഴ ഒഴുകുന്നൊരു ശബ്ദമുണ്ടല്ലോ, അതിനെയാണ് ആ കളകളം എന്ന് പറയുന്നത്. അപ്പോൾ കളകളം പാടി പുഴ എന്ത് ചെയ്യും? ഇങ്ങനെ പരന്ന് വീതിയിൽ ഇങ്ങനെ വന്ന് വീതിയിലങ്ങ് സ്പ്രെഡ് ചെയ്ത് അങ്ങ് ഒഴുകും അല്ലേ, നല്ല വിസ്തൃതിയിൽ ഒഴുകും. അതുകൊണ്ടാണ് കളകളം പാടി പരന്നൊഴുകുന്ന പുഴ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അരയന്നങ്ങൾ വളരെ സന്തോഷത്തോടെ നീന്തി തുടിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു കുളിർ തെന്നലായി തഴുകി ഉണർത്തുന്ന പൂവിൻ സുഗന്ധം. ഒരു കുളിർ തെന്നൽ, അതായത് പൂവിൻ്റെ മണം നമുക്കെപ്പോഴും പിന്നെ വളരെ ഇഷ്ടമാണല്ലേ ആ ഫ്രാഗ്രൻസ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് നല്ല ഇഷ്ടമുള്ള പൂവിൻ്റെ മണമാണ് നമുക്ക് ആ കാറ്റിലൂടെ വന്ന് നമ്മൾ തഴുകി പോകുമ്പോൾ, തലോടി പോകുമ്പോൾ നമുക്കതിൻ്റെ ഓർമ്മകൾ അന്നും ഇന്നും നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും അതെന്താണ്? ഒരു കെടാ വിളക്ക് പോലെ, അതായത് അത് അണയാത്ത ഒരു ദീപം പോലെ നമ്മുടെ മനസ്സിലത് ആ സുഗന്ധം തങ്ങി നിൽക്കും. മാനത്തെ മിന്നിത്താരകങ്ങൾ പോലെ. മാനത്ത് നക്ഷത്രങ്ങളാണ് മിന്നിത്താരകങ്ങൾ എന്ന് പറയുന്നത്. താരകങ്ങൾ, നക്ഷത്രം, അതിങ്ങനെ പ്രകാശിക്കുന്നത് പോലെ നമ്മുടെ ഈ ഭൂമിയിൽ പാറി പറക്കുന്നുണ്ട്. മിന്നാമിന്നികൾ മിന്നി തിളങ്ങുന്നുണ്ട്. പൊന്നോളം നാളിൽ, അതായത് പൊന്നിൻ കുടത്തിന് പറഞ്ഞാൽ കുഞ്ഞിന് നമുക്ക് നൽകുവാനായിടണം ഒരു തരിപ്പനെ. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുന്നു? വിശേഷ അവസരങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് കൊടുക്കാൻ, നമ്മുടെ പിള്ളേർക്ക് മേടിച്ച് കൊടുക്കാൻ നോക്കും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. മുറ്റത്തെ മാഞ്ചോട്ടിൽ വീണ് കിടക്കുന്ന മുറ്റത്ത് ഈ കുന്നിക്കുരു എന്ന് പറയുന്ന സംഭവം ഈ പടർന്ന് വളരുന്ന ഒരു ചെടിയാണ്. അപ്പോൾ ആ ചെടിയിലാണ് ഈ കുന്നിക്കുരു കായ്ക്കുന്നത്. അപ്പോൾ കുന്നിക്കുരു മുറ്റത്തെ മാവിൻ്റെ ചുവട്ടിൽ വീണ് കിടക്കുന്ന കുന്നിക്കുരുവിനെ പെറുക്കിയെടുക്കുന്ന മിന്നുവിന് ഒപ്പം നമുക്കും പോയിടാം. നമുക്കും ഒരു മിന്നുവിനോടൊപ്പം ചേർന്നിടാം. അതുപോലെ മഴയിൽ കളിച്ച് രസിച്ച് ആടി തിമിർക്കുന്ന നേരത്ത്, അപ്പോൾ നല്ല മഴയത്ത്, മഴ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അപ്പം മഴയിൽ കളിച്ച് രസിച്ച് നടക്കുന്ന നേരത്ത് അപ്പോൾ പെട്ടെന്ന് അപ്രതീക്ഷിതമായി വന്നെത്തിയ മിന്നലിൽ ഭയങ്കര മിന്നൽ വന്നു. തീവ്രം എന്ന് പറഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള മിന്നൽ വന്നു. അപ്പോൾ അതിൽ അത് കണ്ട് പേടിച്ചോടി ആരൊക്കെ? ചിന്നുവും പൊന്നും അല്ല മിന്നുവെന്നും പറയുന്നുണ്ട് അല്ലേ. മൈതാനിയിൽ നിന്നും, മൈതാനി എന്ന് പറഞ്ഞാൽ മൈതാനം, പ്ലേ ഗ്രൗണ്ട്, കളിസ്ഥലത്ത് നിന്നും കളിച്ച് തളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നൽകിയിടാം അവർക്ക് ആവശ്യത്തിന് ദാഹജലം, കുടിക്കാനുള്ള വെള്ളം. കാത്തിരുന്ന വിരുന്നുകാർ വന്നെത്തി. അപ്പം വിരുന്നുകാർ നമ്മൾ പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. അവർ ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പം അങ്ങനെ നമ്മൾ കാത്തിരുന്ന വിരുന്നുകാർ വന്നെത്തി. അപ്പോൾ വിരുന്നുകാർക്കൊപ്പം ചേർന്ന് നമുക്കും എന്ത് ചെയ്യാം? ഒരു ഉഗ്രൻ ഊണ് അല്ലെങ്കിൽ വിരുന്ന് തിന്നിടാം. ഉലകിൽ നടന്നും ഇരുന്നും, ഉലകിൽ എന്ന ഭൂമിയിൽ നടന്നും ഇരുന്നും തളർന്നും കിടന്നും നമ്മുടെ ജീവിതം മർത്യർ നമ്മുടെ ജീവിതം തള്ളി നീക്കിയിടുന്നു, മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ നമ്മൾ കുന്നോളം സ്വപ്നങ്ങൾ കാണുന്ന നേരത്ത്, സ്വപ്നം കണ്ടാൽ മാത്രം പോരാ, അപ്പോൾ അതിനു വേണ്ടി കുന്നോളം സ്വപ്നങ്ങൾ നെയ്ത് കൂട്ടുന്ന നേരത്ത് ഒന്ന് നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഇന്നെൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുമായിരുന്നു. അതായത് നമ്മൾ പഠിക്കേണ്ട സമയത്ത് എന്ത് ചെയ്യണം? നന്നായി പഠിക്കുക, ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ മാത്രമേ നമുക്കത് ഭാവിയിൽ ആ സ്വപ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് നമ്മൾ സാഫല്യമാക്കി തീർക്കാൻ പറ്റത്തുള്ളൂ. ഒന്നിനോടൊന്ന് ചേർന്ന് പ്രവർത്തിച്ചാൽ വിജയം
സുനിശ്ചിതമാണ്, ഉറപ്പാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വിജയം നേടാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെന്ന് എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ എഴുതിയ പാട്ടാണ്. തെറ്റുകുറ്റങ്ങളുണ്ടാകാം, ക്ഷമിക്കുക. അതുപോലെ ട്യൂണ് ഇടാൻ എനിക്കങ്ങനെ കഴിവൊന്നുമില്ല. അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ട്യൂണിൽ നിങ്ങൾക്ക് അത് പാടാം, പഠിക്കാം, പ്രസൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ ബൈ.